പിണറായി വിജയൻ കേരളത്തിൻ്റെ മതേതര സമൂഹത്തെ വെട്ടിപ്പിളർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനായി അയാൾ ഉപയോഗിക്കുന്ന കോടാലിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ബേബി കാണിക്കുന്ന ഈ മരപ്പൊട്ടത്തരത്തിനും ഈ മ്ലേച്ഛമായിട്ടുള്ള സമീപനങ്ങളും ഒക്കെ കാണുന്ന ജനങ്ങൾ ഈ CPM-നും ബേബിക്കിടൊക്കെ മുഖത്തിനിട്ട് അടി കൊടുക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ബേബിയും കൂട്ടരും മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ടറുടെ വീട്ടിലെ അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ എങ്ങനെയാണ് ആ വോട്ടറെ കുറിച്ച് ഇയാളുടെ ധാരണ എന്താണ് ഇയാളുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിച്ച എല്ലാ വൃത്തികേടുകളും മറന്ന് ആ വീട്ടിൻ്റെ അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകി കഴിയുമ്പം ആ വീട്ടുകാർ ഈ ദേശീയ ജനറൽ സെക്രട്ടറി വന്ന് ഞങ്ങളുടെ അടുക്കളയിലെ പാത്രം കഴുകിയതല്ലേ എന്നാൽ അടുത്ത തവണ വോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നുള്ളൂ എന്ന് പറയാനുള്ള തരത്തിലുള്ള മരപ്പൊട്ടനാണോ ഈ MA ബേബി? നമസ്കാരം. മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പിണറായി വിജയൻ. പക്ഷേ അതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോൾ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് നൂൽപ്പാലത്തിലൂടെയുള്ള പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ സഞ്ചാരം. എന്തായാലും ഒരു മൂന്നാം തവണ പിണറായി വിജയന് കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഈ കാണിക്കുന്ന ഗൃഹസമ്പർക്കത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർക്കുലറിലൂടെ അണികളെ അറിയിച്ചു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്ന ചില ദൃശ്യങ്ങളും ചില ചിത്രങ്ങളുമൊക്കെ ഞാനിവിടെ പറയുന്നത്. അതായത് CPM-ന്റെ സംസ്ഥാന അധ്യക്ഷൻ MA ബേബി അദ്ദേഹം ഒരു വീട്ടിനകത്ത് ചെന്ന് പാത്രം കഴുകുകയാണ്. പണ്ട് നമ്മളെ ഒരു രാജാവിൻ്റെ മകനാണെന്ന് തോന്നുന്നു ഒരു സിനിമയിൽ ഈ രംഗം കണ്ടിട്ടുണ്ട്. മോഹൻലാൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കുട്ടിയുടെ അപ്പി കഴുകുന്ന ഒരു രംഗം പോലും കണ്ടിട്ടുണ്ട്. അതുപോലെ ഉള്ള ഒരു ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ പറ്റാത്ത എങ്ങനെയാണ് എനിക്കിത് പറയാൻ വാക്കുകളില്ല. ഇതൊക്കെ കൊണ്ട് CPM എന്തെങ്കിലും ഒരു നേട്ടം CPM-നുണ്ടാവുമോ ഈ ഗൃഹസമ്പർക്കം കൊണ്ട്? അതിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ നിലയിലല്ല അതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി ഏതൊക്കെ നിലയിൽ അധപ്പതിച്ചു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഒന്ന് ഇപ്പം നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നാണല്ലോ CPI. കേരളത്തിൽ മാത്രമേ അധികാരമുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് MA ബേബി. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നാകെ CPM-നെ പ്രതിനിധീകരിക്കുന്ന CPM-ൻ്റെ പരമോന്നത നേതാവ് MA ബേബി ഒരു വീട്ടിൽ ചെന്നിട്ട് അടുക്കളയിൽ ചെന്ന് ആ വീട്ടിലെ ഗൃഹനായികയും കൂടി അടുക്കളയിൽ നിൽക്കുമ്പോൾ അയാൾ അവിടെ ചെന്ന് പാത്രം കഴുകുന്ന ഒരു രംഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ വേറെയും അനുഭവങ്ങൾ ഞാൻ കേട്ടു. എന്നുവെച്ചാൽ പാർട്ടിക്കാർ തന്നെ വളരെ കൃത്യമായി അയാളോട് മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലയിടത്തു നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. എനിക്കതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ബേബി എന്ന് പറയുന്ന ഈ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയൊക്കെ എത്ര അധപ്പതിച്ചു എന്ന് ഞാൻ പറഞ്ഞു. വ്യക്തിപരമായി തന്നെ അയാൾ എത്ര അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമല്ലേ ഇത്. ഇപ്പം ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും അടപടലം CPM പൊട്ടി. അല്ലെങ്കിൽ ആകസ്മികമായിട്ട് എവിടെയെങ്കിലും പൊട്ടിയതല്ല, പൊട്ടി പൊളിഞ്ഞ് ഈ പറഞ്ഞ പോലെ ചില്ല് തെറിക്കുന്നത് പോലെ ഒരു കുപ്പിക്കിട്ട് ഒരു കല്ല് കൊണ്ടെറിഞ്ഞാൽ ആ കുപ്പി എങ്ങനെ പൊട്ടിച്ചെതറും അതുപോലെ പൊട്ടിച്ചെതറി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന CPM അടുത്ത 3-4 മാസം കഴിയുമ്പോൾ അടുത്തൊരു നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകും. അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഈ ഗൃഹസന്ദർശനം എന്ന് പറയുന്നത് തന്നെ ഒരു അസംബന്ധ നാടകം, ഒരു തിയേറ്റർ ഓഫ് ദ അബ്സേർഡാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തുകൊണ്ട് തോക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ജനങ്ങളോട് ചോദിക്കുകയും
വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ എടുത്തു പറയാനുമാണ് ഈ ഗൃഹസന്ദർശനം എന്നാണ് ബേബിയും കൂട്ടരും അവകാശപ്പെടുന്നത്. അല്ല, അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു സർക്കുലർ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. അതായത് വീടിനകത്ത് കയറി നിന്ന് സംസാരിക്കണം, വീട്ടുകാരൻ എത്ര പ്രകോപനപരമായി സംസാരിച്ചാലും മിണ്ടാതെ നിന്ന് കൊടുക്കണം എന്നൊക്കെ. അല്ല, അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CPM എന്ന് പറയുന്ന ഈ പാർട്ടി ആകസ്മികമായി അവർ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് തോറ്റെങ്കിൽ അത് തോറ്റത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളോട് ഈ പാർട്ടി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു പിരിച്ചുവിടേണ്ട പാർട്ടിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അങ്ങനെ തോറ്റതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങൾക്കായിരിക്കും തെറ്റുപറ്റിയത് എന്ന് രമേശ് ചെന്നിത്തല പരിഹാസപൂർവ്വം പറയുന്നത്. അപ്പം അടിസ്ഥാനപരമായി തന്നെ ഈ പാർട്ടിയുടെ സമനില തെറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പോലും അവർക്ക് ബോധ്യപ്പെടാതിരിക്കുന്നത്. പക്ഷേ അവർക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്തുകൊണ്ട് തോറ്റു എന്ന്. അതിൻ്റെ കാരണങ്ങൾ 1, 2, 3, 4 എന്നും പറഞ്ഞിട്ട് ഏത് നഴ്സറി പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ പോലും അവർക്കറിയാം. മനസ്സിലായി? അപ്പം അവിടെ തന്നെ ഈ CPM അട്ടാപ്പട്ടലം CPMന് സമനില പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്ന് അത്. 2, ഇനി ഗൃഹസന്ദർശനം നടത്തുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഗൃഹസന്ദർശനം നടത്തുകയാണെങ്കിൽ CPM എന്താ ചെയ്യേണ്ടത്? ഗൃഹസന്ദർശനം നടത്തുകയാണെങ്കിൽ അവിടെ ചെന്ന് അടിമുടി ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇതൊക്കെയല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ ഈ സാമാന്യ ബോധമുള്ള ഒരു പാർട്ടി നേതൃത്വമാണെങ്കിൽ ആ പാർട്ടി നേതൃത്വം പോയി പറയേണ്ടത്. അതിന് പകരം എന്താ ചെയ്യുന്നത്? അതിന് പകരം ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമലയിൽ അങ്ങനെ തെറ്റുപറ്റിയിട്ടില്ല, പിണറായി വിജയൻ തെറ്റുപറ്റിയിട്ടില്ല, ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയിട്ടില്ല, പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നൊക്കെ പറയുന്നത് തന്നെ ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ്. 1. 2, ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ അതിലെ വീടുകളിൽ ചെന്നിട്ട് അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകി കൊടുക്കുന്ന ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയാണ് CPMനുള്ളത് എന്ന് പറയുമ്പോൾ CPMൻ്റെ ഇതിനു മുമ്പത്തെ ദേശീയ ജനറൽ സെക്രട്ടറിമാരൊക്കെ ശരിക്കും ശവകുടീരത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളും എന്നാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറയും. മരിച്ച് ശവകുടീരത്തിൽ കിടക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും എന്ന്, അതിനാണ് ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത്. ഈ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബി ഇതുപോലെ വീട്ടിൽ ചെന്ന് പാത്രം കഴുകുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറി എങ്കിലും, അതായത് സീതാറാം യെച്ചൂരി എന്ന ജനറൽ സെക്രട്ടറി എങ്കിലും വിൽ ടേൺ ഇൻ ദ ഗ്രേവ് എന്നായിരിക്കും സാധാരണ പാർട്ടി അണികൾ പറയുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ബേബി എന്ന് പറഞ്ഞ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു വോട്ടറുടെ വീട്ടിലെ അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ എങ്ങനെയാണ് ആ വോട്ടറെക്കുറിച്ച് ഇയാളുടെ ധാരണ എന്താണ് ഇയാളുടെ ധാരണ? ഇയാളുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിച്ച എല്ലാ വൃത്തികേടുകളും മറന്ന് ആ വീട്ടിൻ്റെ അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകി കഴിയുമ്പം ആ വീട്ടുകാർ ഈ ദേശീയ ജനറൽ സെക്രട്ടറി വന്ന് ഞങ്ങളുടെ അടുക്കളയിലെ പാത്രം കഴുകിയതല്ലേ എന്നാൽ അടുത്ത തവണ വോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നുള്ളൂ എന്ന് പറയാനുള്ള തരത്തിലുള്ള മരപ്പൊട്ടനാണോ ഈ MA ബേബി? കേരളത്തിലാണ് MA ബേബി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് MA ബേബി മനസ്സിലാക്കണം. 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ 65 മുതൽ 70% വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയ്യിലൊതുക്കി വെച്ചിരുന്ന പാർട്ടിയായിരുന്നു CPM. ആ CPMനെ മൂലക്കിരുത്തിയ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ ജനങ്ങൾക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. ആ ജനങ്ങൾക്കെന്ന് മാത്രമല്ല പാർട്ടി അണികൾക്ക് തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അവർക്കറിയാം. അതുകൊണ്ട് ബേബി കാണിക്കുന്ന ഈ മരപ്പൊട്ടത്തരത്തിനും ഈ മ്ലേച്ഛമായിട്ടുള്ള സമീപനങ്ങളുമൊക്കെ കാണുന്ന ജനങ്ങൾ ഈ CPMനും ബേബിക്കിടൊക്കെ മുഖത്തിനിട്ട് അടി കൊടുക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ബേബിയും കൂട്ടരും മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് കാരണം ന്യായീകരിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തിയാൽ പോലും
സഹതാപം തോന്നി 1-2 വോട്ടുകൾ കിട്ടിയാൽ അത് തന്നെ വലിയ ഭാഗ്യം. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാണിച്ച് സ്വയം നാണം കെട്ട് പാർട്ടിയെ നാണം കെടുത്തി ഇത്തരത്തിലുള്ള ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളതിന്റെ ബോധം ഇതുവരെ മാർക്കുണ്ടായിട്ടില്ല. ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് തോറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്യണല്ലോ. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താ? തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റു. തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുള്ളൊരു പാർട്ടിയാണെങ്കിൽ തോറ്റെന്നുള്ളത് തെറ്റാണെന്ന് വിലയിരുത്തണം. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് വിലയിരുത്തണം. ആ തെറ്റെങ്ങനെ തിരുത്താമെന്നുള്ളത് സംബന്ധിച്ച് വിലയിരുത്തണം. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാനുള്ളൊരു ആർജവും ഒരു ഇച്ഛാശക്തിയും കാണിക്കണം. അങ്ങനെയൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPM. അങ്ങനൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, തെറ്റിന് മേൽ തെറ്റ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സമീപനം വലിയ തോതിൽ ഈ പാർട്ടിക്ക് എതിരായിട്ട് ഭവിച്ചതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? അത് മാത്രമല്ല, ഈ സജി ചെറിയാൻ നടത്തിയ ഒരു വർഗീയ പരാമർശം താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് കരുതുന്നു. അയാൾ നടത്തിയത് ഒരു വർഗീയ പരാമർശമായിട്ട് പോലും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, സജി ചെറിയാനെ തള്ളി പറയാൻ പോലും പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പം പാർട്ടി പറയേണ്ടതുപോലെ ഒരു തെറ്റുകൾ പറഞ്ഞിട്ടില്ല. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ പാർട്ടി ഏറ്റവും ദോഷകരമായി ബാധിച്ചത്. ആ വിഷയത്തിൽ തങ്ങളെ ദോഷകരമായി ബാധിച്ചില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ പാർട്ടിയുടെ പത്തനംതിട്ടയിലെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള A. പത്മകുമാർ 2 മാസക്കാലമായി ജയിലിൽ കിടക്കുകയാണ്. ആ പത്മകുമാർ ഈ ശബരിമല പെരുങ്കൊള്ള നടത്തുന്നതിലുള്ള മുഖ്യ സൂത്രധാരകനാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്ന ഒരു ഉത്തരവ് ജനുവരി 7-ാം തീയതി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് CS മോഹിത്തിൻ്റെതായിട്ട് വന്ന് പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഇയാൾ ഈ ക്രൂരമായിട്ടുള്ള ഈ ഹൊറൻഡസ് ആയിട്ടുള്ള ഈ ഡയബോളിക് ആയിട്ടുള്ള ഈ ക്രൈം നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദി ആ ദേവസ്വം ബോർഡിൻ്റെ പരമോന്നത സ്ഥാനത്തിരുന്ന ഇയാളായിരുന്നു പറയുന്നുണ്ട്. അയാൾ ഇതുവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടന്നിട്ടില്ല. അയാൾ 2 മാസമായിട്ട് കിടക്കുകയാണ്, തിരുത്തുന്നില്ല. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പ്രസ്താവനകൾ, വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി പറഞ്ഞതൊക്കെ അവിടെ മാറ്റിക്കട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അയാൾ നടത്തിയിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രതികരണം, ആ വർഗീയമായിട്ടുള്ള പ്രതികരണങ്ങൾക്കെല്ലാം പുറകിൽ നിന്ന് കളിക്കുന്നത് പിണറായി വിജയനാണെന്നുള്ള ബോധ്യം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ പ്രസ്താവനകളെ നമ്മൾ കാണേണ്ടത് വെള്ളാപ്പള്ളി നടേശനെ ഒരു കോടാലിക്കൈയായി മാത്രം നമ്മൾ കണ്ടാൽ മതി. പിണറായി വിജയൻ കേരളത്തിൻ്റെ മതേതര സമൂഹത്തെ വെട്ടിപ്പിളർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനായി അയാൾ ഉപയോഗിക്കുന്ന കോടാലിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മതന്യൂനപക്ഷം CPM-നെതിരായി കൃത്യമായി വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള വിധിയല്ല, അത് പിണറായി വിജയനെതിരായിട്ടുള്ള വിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇലക്ഷൻ കഴിഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയ പ്രസ്താവനകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനകൾ ഇപ്പം വർഗീയമായിട്ട് നടത്തുന്നുണ്ടല്ലോ, ഇതുപോലുള്ള വർഗീയ പ്രസ്താവനകൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുമോ? നടത്തില്ല. ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശൻ നടത്തില്ല. അപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നുകൊണ്ടാണ് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞ സജി ചെറിയാൻ്റെത് വരിക. സജി ചെറിയാൻ യഥാർത്ഥത്തിൽ VS മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ സജി ചെറിയാൻ മന്ത്രിയാകുമായിരുന്നു. ആലോചിച്ച് നോക്കി, സജി ചെറിയാനെ ചെവിയിൽ തൂക്കി ദൂരെ കളഞ്ഞേനെ. അപ്പം സജി ചെറിയാൻ മന്ത്രി ആയത് തന്നെ പിണറായി വിജയൻ ആയതുകൊണ്ടാണ്. ഏറ്റവും ഈ പറഞ്ഞ പോലെ താഴ്ന്ന നിലവാരമുള്ളൊരു മനുഷ്യനാണെന്ന് കാണിക്കുന്ന എത്രയോ പ്രസ്താവനകളിൽ നിന്ന് വന്നു. ഏറ്റവും പുതിയ എന്തായിരുന്നു, ഭരണഘടന കുന്തം കൊടച്ചക്രം എന്ന് പറഞ്ഞിട്ട് മന്ത്രിസ്ഥാനം പോലും പോയ ആളാണ്. ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാളിപ്പോൾ പറഞ്ഞത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ പിളർക്കുന്ന വാദഗതിയല്ലേ അയാൾ പറഞ്ഞത്. ജാതി നോക്കി ജാതിയുടെ അടിസ്ഥാനത്തിൽ ജയിക്കുള്ളൂ എന്ന് അയാൾ പറഞ്ഞതിനെ
വലിയ തോതിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് അതിരൂക്ഷവും അതിശക്തവുമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വന്നിട്ടും അതിനെ പരസ്യമായി തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതുപോലെ പ്രസ്താവനകൾ നടത്തുമോ? നടത്തിയിരുന്നെങ്കിൽ അയാളെ മന്ത്രിസഭയിൽ നിന്നെടുത്ത് തൂക്കിയെടുത്ത് ദൂരക്കിടന്നേനെ അച്യുതാനന്ദൻ. ആ സ്ഥാനത്ത് പിണറായി വിജയൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ഏതൊരു മനുഷ്യനായിരുന്നാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടി നേതാവായിരുന്നാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും തെറ്റാണ്, അതുകൊണ്ടൊരു തിരുത്തൽ ആവശ്യമാണ്, അനിവാര്യമാണ് എന്നുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കലെങ്കിലും അതുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ്, ഞാൻ ചോദിച്ചോട്ടെ, ഇത് എന്തുകൊണ്ടാണ്, എന്താണ് പറ്റിയത്? അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ചർച്ചകളൊക്കെ നടത്തുന്നതിന് അബദ്ധമാണ്. പിണറായി വിജയൻ എന്തുകൊണ്ട് തിരുത്തുന്നില്ല, പിണറായി തിരുത്താത്ത എന്താണെന്നൊക്കെ ചോദ്യത്തിനകത്ത് തന്നെ അതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു തരംതാണ രാഷ്ട്രീയക്കാരനുണ്ട്. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ബൗദ്ധിക തലത്തിനെക്കുറിച്ചും അയാളുടെ സംഘടനാ പാഠത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്താ വിചാരിക്കുന്നത്? അയാൾ വിചാരിക്കുന്നത് എന്തായാലും ന്യൂനപക്ഷം പൂർണ്ണമായി പോയി, സ്വാഭാവികമായും ഭൂരിപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന, അവരെ സുഖിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയാൽ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടെങ്കിലും കിട്ടും എന്നുള്ള പൊട്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സാറിന് പ്രസ്താവന നടക്കുന്നുണ്ട്. BJPയും RSS പോലും ഇത്രയും അധമമായിട്ടുള്ള പ്രസ്താവന നടത്തില്ല എന്ന് പറയുന്നുള്ളൂ. മനസ്സിലായി? അപ്പം ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇയാളുടെ ബൗദ്ധിക നിലവാരം എവിടം വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ ഈ പ്രസ്താവന നടത്തിയതിലൂടെ എന്താ ആത്യന്തികമായി സംഭവിച്ചത്? ഈ പ്രസ്താവന നടത്തിയതിലൂടെ മതന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായി അലീനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, CPMന്റെ കോറായിട്ടുള്ള മതേതര വോട്ട് ബാങ്കിൽ പോലും അപകടകരമായിട്ടുള്ള വിള്ളലാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള IQ പിണറായി വിജയന്റെ തലയിൽ ഉണ്ടാവണം. പക്ഷെ പിണറായി വിജയന്റെ തലയിൽ അതില്ല. മനസ്സിലായോ? കാരണം പിണറായി വിജയന്റെ തലയിൽ അത് ഇല്ല എന്നുള്ളത് കൊണ്ട് പിണറായി വിജയനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം പിണറായി വിജയന്റെ തലയ്ക്കല്ലേ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അതിനപ്പുറത്ത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ തലയിലുള്ള IQ വെച്ചിട്ട് ഈ സജി ചെറിയാനെ പോലുള്ളവർ ഇതുപോലെ പ്രസ്താവനകൾ നടത്തുന്നതും അതിനെ പിന്തുണയ്ക്കുന്നതുമൊക്കെ ഈ പാർട്ടിക്ക് ഗുണമുണ്ടാക്കും എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള IQ മാത്രമേ അയാളുടെ തലയിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും നമുക്കിതിൽ നിന്നൊക്കെ ഒരു വിമുക്തി നേടണമെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇയാളെ വോട്ടെടുപ്പിലൂടെ, അല്ലാതെ ഇയാൾ തിരുത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഒരു IQ ഇത്രേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇയാളെ തിരുത്തിയത് കൊണ്ടൊന്നും, കാരണം ഇയാളെ തിരുത്തണമെങ്കിൽ ഇയാളുടെ IQ കൂടണം. അതൊരിക്കലും IQ കൂടാൻ പറ്റില്ല. കാരണം സുമേഷിനുള്ള ബൗദ്ധിക നിലവാരം സുമേഷിനും എനിക്കുള്ള ബൗദ്ധിക നിലവാരം എനിക്കുമല്ലേ ഉള്ളൂ. അല്ലാതെ എന്നെ തിരുത്തിയത് കൊണ്ട് അല്ലെങ്കിൽ എന്നെ ഒരു ഓപ്പറേഷൻ നടത്തിയതുകൊണ്ട് എൻ്റെ IQ കൂടില്ല. അങ്ങനെ കൂടാത്ത സാഹചര്യത്തിൽ ഇതുപോലെ IQ കുറഞ്ഞ, ഇതുപോലെ മരപ്പൊട്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് ജനങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? അയാളെ അധികാരത്തിൽ നിന്ന് ചന്തിക്കിട്ടൊരു അടിയും കൊടുത്ത് അയാളെ ഇറക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ. അത് എന്തായാലും അടുത്ത മെയ് മാസത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അത് ചെയ്തിരിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പം ഉണ്ടായിരിക്കുന്നത്. യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. കാരണം പൊറുതിമുട്ടിരിക്കുകയാണ് കഴിഞ്ഞ 8-9 വർഷക്കാലമായി. പക്ഷേ ഇപ്പോഴും ഈ തിരുത്തൽ, നമുക്കൊരു ഖേദം പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഈ ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളോടുള്ള ഒരു പെരുമാറ്റത്തിൽ ചില ന്യൂനതകൾ ഉണ്ടായിപ്പോയി, ഇതെല്ലാം ഞങ്ങൾ തിരുത്തി അത് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു വെറും വാക്കെങ്കിലും പറയേണ്ടിയിരുന്നു CPM. പക്ഷേ അതിന് പകരം ഇതെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഗൃഹസമ്പർക്കം പോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിച്ച് MA ബേബിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും വന്ന് ഇത്തരത്തിലുള്ള ഒരു ചവിട്ട് നാടകങ്ങൾ കളിക്കുമ്പോൾ സത്യത്തിൽ ജനം ചിരിക്കുകയാണ്. വോട്ട് തരണമെന്നാഗ്രഹിക്കുന്ന പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാർ പോലും അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ മാത്രമേ, കാരണം എന്തിനാണ് ഈ വിഡ്ഢികൾക്ക് വോട്ട് കൊടുക്കുന്നത്, ഇനിയും നാണം കെട്ട് ജീവിക്കാൻ വയ്യ എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരൊക്കെ എത്തും. അതുകൊണ്ട് ഉള്ള വോട്ട് പോലും നഷ്ടപ്പെടുത്താൻ മാത്രമേ ഈ ഗൃഹസമ്പർക്കം ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ വരുന്ന മെയ് മാസത്തോടു കൂടി ഈ ഒരു കിരാത ഭരണം ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം.